എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. പ്രണയിക്കാൻ എനിക്ക് നീ മാത്രം മതി എന്നും എന്നാണ് ആ വ്യക്തി മനസ്സിൽ പറയുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ ജന്മം മുഴുവനും പ്രണയിക്കാൻ എനിക്ക് നീ മാത്രം മതി. നിങ്ങളും ആ വ്യക്തിയും ജീവിച്ച് കടന്നു വന്ന സാഹചര്യങ്ങൾ, എത്രയോ വെല്ലുവിളികൾ നിങ്ങൾ ഒരുമിച്ച് നേരിട്ടിട്ടുണ്ട്. എത്രയോ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അവഗണനകൾ അനുഭവിച്ചു. ഒരുമിക്കാനായിട്ട് നിങ്ങൾ വർഷങ്ങളോളം കൊതിച്ചു. മനസ്സിൽ നിങ്ങൾ ആ വ്യക്തിയെ എത്ര കൊല്ലം കൊണ്ടു നടന്നു, എത്ര പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്നത്. അങ്ങനെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങൾക്ക് സന്തോഷകരമായ രീതിയിൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ആ വ്യക്തിയെ നൽകുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇടയ്ക്ക് പ്രതിസന്ധികളിലൂടെ ഓരോ മനുഷ്യരും കടന്നു പോകുന്നത് പോലെ നിങ്ങളും കടന്നു പോയിരിക്കാം. പക്ഷേ ജീവിതത്തിലെ ആ പോസിറ്റീവ് എനർജി എന്നെന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ വ്യക്തിയുടെ കൈപിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ഒരു അഭിമാനം തോന്നുന്നുണ്ട്. എനിക്ക് ഈ ലോകത്ത് വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തി, എനിക്ക് വേണ്ടി ഈശ്വരൻ എൻ്റെ ശക്തി നൽകിയൊരു വ്യക്തി, ഞാൻ എത്രയോ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് ഈ വ്യക്തിയെ ലഭിച്ചത്. അത് കാരണം അങ്ങനെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് നിങ്ങളുടെ വ്യക്തി എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു സത്യമാണ് എന്നുള്ളത് ബോധ്യവും ഉണ്ടാകുന്നു. മറ്റാരിലും നിങ്ങൾ കാണാത്ത പ്രത്യേകതകൾ നിങ്ങളുടെ വ്യക്തിയിൽ കാണുന്നു. നിങ്ങളുടെ വ്യക്തിയും അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നു. രണ്ടുപേരും തമ്മിലുള്ള മാനസിക അടുപ്പം, ഇഴുകിച്ചേർന്ന ആ ബന്ധം എല്ലാ നെഗറ്റീവ് ചിന്താഗതികളെയും മാറ്റിമറിക്കുന്നു. നിങ്ങൾക്കെതിരായ സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കാൻ ആ ബന്ധം നിങ്ങളെ സഹായിക്കുന്നു. മറ്റൊന്നിനെക്കുറിച്ചും അനാവശ്യമായി ചിന്തിക്കാനോ മറ്റൊന്നിനും കുറിച്ചും അനാവശ്യമായി ബോധേഡാവാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളിലേക്ക് ഒതുങ്ങുകയാണ്. നിങ്ങളും ആ വ്യക്തിയും നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിച്ചേരുന്നു. ലോകത്തെ മറ്റൊന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ലോകത്തെ മറ്റൊന്നും തങ്ങൾക്ക് വേണ്ട എന്നാണ് നിങ്ങൾ കരുതുന്നത്. നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ മാത്രം മതി. അതിൻ്റെ അപ്പുറത്തേക്കൊരു നേട്ടത്തെക്കുറിച്ചോ അതിൻ്റെ അപ്പുറത്തേക്കൊരു വിജയത്തെക്കുറിച്ചോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മതി. ഈ ലോകത്ത് നിങ്ങളെ ഉപദ്രവിച്ചവർ, അവഗണിച്ചവർ, നിങ്ങൾക്ക് സഹായം നൽകിയവർ, അവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറേ കാലം മുൻപ് ശത്രുവിനോട് ദേഷ്യവും നിങ്ങളെ സഹായിച്ചവരോട് നന്ദിയൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി. നിങ്ങൾക്കൊന്നിനും സമയമില്ല. നിങ്ങൾക്കതുവരെ വേണ്ടപ്പെട്ട മറ്റു ചിലർ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ഏറ്റവും ഉടയവർ, അവരോട് പോലും നിങ്ങൾക്ക് സത്യത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. എല്ലാം ഈ വ്യക്തിയിൽ അധിഷ്ഠിതമാകുകയാണ്. ഈ വ്യക്തിക്ക് മുമ്പിൽ നിങ്ങൾ കീഴടങ്ങുകയാണ് സ്നേഹം കൊണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് പറയാനും ചിന്തിക്കാനും ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനും മാത്രമായിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റിവെക്കുകയാണ്. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനോ മറ്റൊന്നിനെക്കുറിച്ചും പറയാനോ ഒന്നും നിങ്ങൾക്കിപ്പോൾ താല്പര്യമില്ല. എല്ലാം ആ വ്യക്തിയിൽ ഒതുങ്ങുകയാണ്. എല്ലാം ആ വ്യക്തിയിൽ ഒതുങ്ങി ആ വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ജീവിതമായിട്ട് മാറുകയാണ്. അത് അങ്ങനെ തന്നെ പോവുകയാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയാണ് വലുത്. ആ വ്യക്തിക്ക് വലുത് അപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങൾക്കും ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളും പ്രിയപ്പെട്ടതാകുന്നു. പറയാനും ഇനി കൂടുതൽ പറഞ്ഞ് കൂടുതൽ അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി ലോകത്ത് ഒന്നുമില്ല പരസ്പരം പറയാൻ എന്നറിയാം. പക്ഷേ നേരിൽ കാണുമ്പോൾ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ പറയുകയാണ്. ഓരോ വാക്കും ആ വ്യക്തിയുടെ നാവിൻ തുമ്പിൽ നിന്ന് കിട്ടുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി നിങ്ങൾക്ക് ഉണ്ടാകുന്നു. എന്നെന്നും
പ്രണയിക്കാനും ആ വ്യക്തി മതി. പ്രണയിച്ച് തീരുന്നില്ല. പ്രണയം അനന്തമാണ്. ഈ ലോകം അവസാനിച്ചാലും പ്രണയം തീരില്ല എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. പ്രണയിക്കാൻ എനിക്ക് നീ മാത്രം മതി എന്നെന്നും എന്ന് രണ്ടുപേരും പറയുകയാണ് ഒരുപോലെ.